ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെന്റൻസ് പാർട്ട് 3 ആണ്. ടൈപ്സ് ഓഫ് സെന്റൻസസ്. ടൈപ്പ് ഓഫ് സെന്റൻസ്. ക്ലോസ് വേഴ്സസ് ഫ്രേസ്. ക്ലോസ് വേഴ്സസ് ഫ്രേസ്. ദി ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. ഓൺ ദി ടേബിൾ ഫ്രേസ് ആണ്. ദിസ് ഈസ് ദി ബോയ് ഹു വോൺ ദി പ്രൈസ്. ക്ലോസ് ആണ്. ഹു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. വോൺ എന്ന് പറയുന്നത് വേർബ് ആണ്. ഓക്കെ. എക്സാമ്പിൾ, ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ഓക്കെ. ക്ലോസ് രണ്ട് വിധമാണുള്ളത്. മെയിൻ ക്ലോസും ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഒരു ഫൈനൈറ്റ് വേർബ് മാത്രമുള്ള സെന്റൻസുകൾ അഥവാ സ്വന്തമായി നിൽക്കുമ്പോൾ അർത്ഥം പൂർണ്ണമാകുന്ന ക്ലോസുകളെ മെയിൻ ക്ലോസ് ഓർ പ്രിൻസിപ്പൽ ക്ലോസ് ഓർ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇവിടെ യു വിൽ പാസ് മെയിൻ ക്ലോസ് ആണ്. ഓക്കെ. സ്വന്തമായി നിൽക്കുമ്പോൾ മീനിങ് പൂർണ്ണമാകാത്തവയും മറ്റൊരു സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് ഓർ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇവിടെ ഇഫ് യു വർക്ക് ഹാർഡ് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ആസ് ഷീ വാസ് ഇന്റലിജന്റ് ഷീ കുഡ് ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് were put to her. As she was intelligent, she could answer all the questions that were put to her. ഒന്ന്, I expect that I will get a first class. Okay, ഇത് ടാസ്ക് ആണ്. Who, whose, whom, which, that, where, when, why, as, what ഇവയിൽ തുടങ്ങുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. Who, whose, whom, which, that, where, when, why, as, what ഇവയിൽ തുടങ്ങുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. ഓക്കെ. ഒന്ന്, സിമ്പിൾ സെന്റൻസ്. ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകൾ ആണ് സിമ്പിൾ സെന്റൻസ്. അർത്ഥം പൂർണ്ണമായിരിക്കും. ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, ഹി ഈസ് ആൻ ഇന്റലിജന്റ് ബോയ് ഐ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്. ഇതൊക്കെ സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ്. ഓക്കെ. രണ്ടാമത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടായിരിക്കുന്നതല്ല. രണ്ട് ഫൈനൈറ്റ് വേർബുകൾ ഉണ്ടായിരിക്കും. മിനിമം. എക്സാമ്പിൾ, ഹി മിനിമം രണ്ട് ഫൈനൈറ്റ് വേർബുകൾ ഉണ്ടായിരിക്കും കോമ്പൗണ്ട് സെന്റൻസിൽ. എക്സാമ്പിൾ, ഹി വെന്റ് ടു ദി പോസ്റ്റ് ഓഫീസ് ആൻഡ് ബോട്ട് സം സ്റ്റാമ്പ്സ്. ഇവിടെ രണ്ട് മെയിൻ ക്ലോസ്. ആശ വെന്റ് ടു മാർക്കറ്റ് ബോട്ട് സം ഫിഷ് ആൻഡ് കെയിം ബാക്ക് ഹോം. ഇവിടെ മൂന്ന് മെയിൻ ക്ലോസുകളാണുള്ളത്. മൂന്നാമത്തത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, ഷീല സെഡ് ഓർ ദാറ്റ് ഷീ വാണ്ടഡ് ടു ബി എ ലോയർ. ഷീല സെഡ് മെയിൻ ആണ്. ദാറ്റ് ഷീ വാണ്ടഡ് ടു ബി എ ലോയർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ആണ്. ഇവിടെ ദാറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. ദാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൂ, ഹൂസ്, whom, which, that, where, when, why, as, what ഇവയിൽ തുടങ്ങുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. ഓക്കെ. ആസ് ഷീ വാസ് ഇന്റലിജന്റ്. ആസ് ഷീ വാസ്, ആസ് സബോർഡിനേറ്റ് ആണ്. ലീല കുഡ് ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ മെയിൻ ആണ്. ലീല. ഓക്കെ. ദാറ്റ് were put to her. ദാറ്റ് സബോർഡിനേറ്റ് ആണ്. ഓക്കെ. ഒരു മെയിനും രണ്ട് സബും ഉണ്ട്. യെസ്, കറക്റ്റ്. അപ്പൊ ഒരു മെയിനും രണ്ട് സബും ഉണ്ടാവുമ്പോൾ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കുന്നതിന് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ ഇത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഓക്കെ. ദി ആക്ട് ഓഫ് കില്ലിംഗ് ആണ്. ഓക്കെ. കില്ലിംഗ് ഓഫ് വൺസ് ഫാദർ അവരെന്താ പറയാ? പാട്രിസൈഡ് എന്നാ പറയാ. കില്ലിംഗ് ഓഫ് വൺസ് ഫാദർ പാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് മദർ മാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് സിസ്റ്റർ. സിസ്റ്റർ സോറോസൈഡ് ആണ്. സിസ്റ്റർ SS സോറോസൈഡ്. സോറോസൈഡ് സോറി സൊററിസൈഡ് ആണ്. സൊററിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് സിസ്റ്റർ സൊററിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് വൈഫ് യുക്സോറോസൈഡ്. യുക്സാറിസൈഡ്. യുക്സറിസൈഡ്. യുക്സോറിസൈഡ്. Killing of one's wife യുക്സോറിസൈഡ്. Killing of one's sister sororicide. Killing of one's husband matricide or viricide. Matricide or viricide. Killing of one's husband. Killing of one's son or daughter filicide or prolicide. Filicide or prolicide. Killing of one's close relative parricide ആണ്. Parricide.
killing of one's close relative, parricide. Killing of one's parent, parenticide ആണ്, parenticide. Killing of one's brother, fratricide ആണ്, fratricide. Killing of one's brother, fratricide. ഒന്നുകൂടി, killing of one's father, patricide, mother, matricide, sister, sororicide, wife, uroricide, husband, matricide or vericide, son or daughter, filicide or prolicide, close relative, parricide, parent, parenticide, brother, fratricide. Thank you so much for listening. We'll see you next video.